afternoon. Good afternoon, ma'am. Good Good afternoon. afternoon. Good afternoon, ma'am. ടീച്ചർ ഞാനാട്ടോ മിസ്സേ ദീന. സ്റ്റാർട്ട് ചെയ്തു. Leave the daylight and me circling low. Lead the way home. Lead the daylight and me then circling low. Lead the way home. The night is dark and I am far from home. The night is dark and I am far from home. Lead me home. Keep though my feet tight, they were not us to see the distance. One step enough for me. Lead thy lila and me then circling glow. Lead me home. Lead me home. Okay. Sangeeta. Ma'am. Good afternoon, ma'am, and dear friends. I warmly welcome our beloved Melrose ma'am and my dear friends. Let us start to study our class with joy and refreshment, excitement to learn to class. I invite thought to say. Thank you. Next. Yes, good afternoon, ma'am. Thought of the day. Edison failed thousands of times before inventing the light bulb. When asked about it, he said, I didn't fail, I just found 10,000 ways that won't work. Thought. Failure is not the opposite of success, it's part of success. Thank you. Yeah. അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് കോൺസെൻട്രേഷൻ ആയിരുന്നു അല്ലേ? ഓക്കെ. ഇനി നമ്മൾ എടുത്ത് നിർത്തിയത് വൈറ്റമിൻസ് വരെയാണ് അല്ലെ പറഞ്ഞു നിർത്തിയത്. വൈറ്റമിൻസ് എടുക്കണം, മിനറൽ സാൾട്ട് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ. വൈറ്റമിൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. മനസ്സിലായ വൈറ്റമിൻസ് വായിച്ചപ്പോ? വായിച്ചു കഴിഞ്ഞോ? Vitamins മനസ്സിലായി. ഓക്കെ. ആർക്ക് പറയാൻ പറ്റും വൈറ്റമിൻസ് എന്താണെന്നുള്ളത്? ഞാൻ പറയാം. പ്രസീത. Vitamins are very important for our health. They are found in food items in very small quantity. There are two types of vitamins, fat soluble and water soluble vitamins. Fat soluble vitamins are A, D, E, K. So they need fat for absorption. And other vitamins are water soluble vitamins. They are vitamin B, C, and other vitamins. എന്താ മനസ്സിലായ?
വിറ്റാമിൻസ് ഫുഡിൽ വളരെ ചെറിയ അളവിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. വിറ്റാമിൻസ് പൊതുവായിട്ട് 2 തരാണുള്ളത്. ഫാറ്റ് സോല്യൂബിളും വാട്ടർ സോല്യൂബിളും വിറ്റാമിനാണ്. ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻ എ, ഡി, ഇ, കെ അത് 5 4 അപ്പോൾ അത് അബ്സോർബ് ആവണമെങ്കിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ ഫാറ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അത് അബ്സോർബ് ആവുള്ളൂ. വാട്ടർ സോല്യൂബിൾ വിറ്റമിൻസ് ബാക്കിയുള്ളതൊക്കെ വാട്ടർ സോല്യൂബിൾസ് ആണ്. എക്സാമ്പിൾ അതിൽ വിറ്റാമിൻ ബി, സി, പിന്നെ അതർ വിറ്റാമിൻസ് ഒക്കെ വാട്ടർ സോല്യൂബിൾ ആണ്. ഒരാൾക്ക് പറയാൻ പറ്റും? ഞാൻ പറയട്ടെ, മഞ്ജു. മഞ്ജു. വിറ്റാമിൻസ് ശരീരത്തിന് ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. ഇത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. വാട്ടർ സോലുബിളും ഫാറ്റ് സോലുബിളും. ഇത് ഫാറ്റ് സോലുബിൾ എന്ന് പറഞ്ഞാൽ എ, ഡി, ഇ, കെ വിറ്റാമിൻസ് ആണ്. ഇത് ഫാറ്റി ഫുഡിലൂടെ അബ്സോർബ് ചെയ്ത് പോകുന്നതാണ്. മറ്റേ വിറ്റാമിൻസ് വിറ്റാമിൻ ബിയും സിയും ഇത് വാട്ടർ സോലുബിൾ ആണ്. ഓക്കെ, പറയാൻ പറ്റുമോ? യെസ് മാം. അനുപ്രിയ. അനുപ്രിയ. ഓക്കെ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻസ്. ഇത് സ്മോൾ ക്വാണ്ടിറ്റിയിൽ നിന്ന് പല ഫുഡിൽ നിന്നും ചെറിയൊരു സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത്. വൈറ്റമിൻസ് ആർ 2 types. 2 ടൈപ്പാണുള്ളത്, ഫാറ്റ് സോല്യൂബിൾ ആൻഡ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആർ എ, ഡി, ഇ, കെ. എ, ഡി, ഇ, കെ ആണ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്. അത് ഫാറ്റി ഫുഡിൽ നിന്നാണ് കാണുന്നത്. അത് ഫാറ്റുള്ള ഫുഡിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. അടുത്തത് വൈറ്റമിൻ ബി ആൻഡ് സി ആൻഡ് അതർ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ് ഈ ബിയും സിയും. വൈറ്റമിൻസ് ആണല്ലേ നമ്മൾ പറഞ്ഞത്? നമ്മള് എല്ലാവരും പറഞ്ഞല്ലേ, 2-3 ആൾക്കാർ പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ഏതൊക്കെയാണോ വൈറ്റമിൻ എയിൽ വരുന്നത്, വൈറ്റമിൻ ഡിയിൽ വരുന്നത്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. വൈറ്റമിൻ എയിൽ വരുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? ബീഫ്. വൈറ്റമിൻ എ ഹൈഫൺ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈറ്റമിൻ എ, ബീഫ്, ചിക്കൻ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എഗ്, ഡയറി പ്രൊഡക്ട്സ്. ഓക്കെ, ഒന്നുകൂടി പറയാം. വൈറ്റമിൻ എ, ബീഫ്, ചിക്കൻ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡയറി പ്രൊഡക്ട്സ്, എഗ്. ഇനി വൈറ്റമിൻ ഡി. സാൽമൺ എന്താ? ഫിഷ് ആണല്ലേ? ഓക്കെ, സാൽമൺ. അതുപോലെ മത്തി, അയല, ഇതിലൊക്കെയാണ് വൈറ്റമിൻ ഡി ഉള്ളത്. വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇ. നട്ട്സ്, അതുപോലെ മാം വൈറ്റമിൻ ബി ആണോ അതോ ഡി ആണോ? ഡൽഹിയുടെ ഡി ആണോ അതോ ബി ബോംബെ? ഡി ആണ്. ഫാറ്റ് സോളിബിൾ അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. മാം വൈറ്റമിൻ ഡിയുടെ കാര്യമല്ലേ മാം ഇപ്പം പറഞ്ഞത്? അതിനകത്ത് നമുക്ക് അയലയും മത്തിയും സാൽമണും വരുന്നത്. വൈറ്റമിൻ ഇ, നട്ട്സ്, leafy greens, oils, fruits. മാം ലീഫി എന്താണെന്ന് മനസ്സിലായി? ലീഫി കഴിഞ്ഞിട്ട് എന്താണ് മാം? Leafy greens, green, GREENS, greens.
Last one, fruits. The vitamin K. Broccoli, cabbage, spinach, soyabean, egg. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഫാറ്റ് സോലബിൾ വൈറ്റമിൻസിൽ വരുന്നത്. വൈറ്റമിൻ കെ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ദെൻ ലാസ്റ്റ് വൺ വൈറ്റമിൻ കെ. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? വാട്ടർ സോലബിൾ. വൈറ്റമിൻ പി. വൈറ്റമിൻ പിയിൽ വരുന്നത് മീറ്റ്, fish, dairy products, vegetables, grains, ധാന്യങ്ങൾ, grains. നെക്സ്റ്റ് ഒന്നുകൂടി പറയാം. വൈറ്റമിൻ ബിയുടെ മീറ്റ്, ഫിഷ്, ഡയറി പ്രൊഡക്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്. ഓക്കെ, നെക്സ്റ്റ് പറയാം. വൈറ്റമിൻ സി, ഓറഞ്ച്, lemon, plums, papaya, tomato, broccoli. Vitamin C, orange, lemon, plums, papaya, tomato, broccoli. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വൈറ്റമിൻ ബിയിലും വൈറ്റമിൻ സിയിലും വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ, ന്യൂട്രീഷൻ. നെക്സ്റ്റ് ആണ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാല്? പോഷകം. പോഷകാഹാരം അല്ലെ. ഓക്കെ, എന്താണെന്നൊന്ന് വായിച്ചു നോക്കിയേ. സുബിന് ഓണം സെലിബ്രേഷൻ കണ്ടില്ലല്ലോ, പറ്റി? ന്യൂട്രീഷൻ ഒന്ന് വായിച്ചു നോക്കിയേ.
മാത്സ് കഴിഞ്ഞാൽ കപ്പടാണോ? ഓക്കെ, എന്താണ് ന്യൂട്രീഷനിൽ പറയുന്നത്? പാരഗ്രാഫിൽ എന്താ പറയുന്നത്? പറയട്ടെ മാം. ആ. ന്യൂട്രീഷൻ ബേസിക്കലി പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻടേക്ക് ഓഫ് ദി ഫുഡ്. നമ്മളിങ്ങനെ ഫുഡിന്റെ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഓഫ് ദി ഫുഡ് ടു യൂസ് ടു growth and metabolism and repairment. So nutrition basically നമുക്ക് support ചെയ്യുന്നത് support to calculate to meet the nutrition requirement. നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത് ന്യൂട്രീഷൻ റിക്വയർമെന്റും ഗ്രോത്തിന് വേണ്ടിയും ഡെവലപ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാ ന്യൂട്രീഷൻ. ഓക്കെ, റേഞ്ച് പോയി എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് വേറെ ആരെങ്കിലും? എന്താണ് പോഷകാഹാരം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്നറിയാനാണ്? ഞാൻ പറയട്ടെ പ്രസീത. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിനെയും ആ കഴിച്ച ഭക്ഷണം ഗ്രോത്തിനും മെറ്റബോളിസത്തിനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാമേജുകളെ റിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ന്യൂട്രീഷൻ എന്നുള്ള പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുക, ആ കഴിച്ച ഭക്ഷണം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ ന്യൂട്രീഷണൽ സപ്പോർട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് എത്ര ഉണ്ട്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ന്യൂട്രീഷൻ നമുക്ക് വേണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷണൽ സപ്പോർട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതുകൂടാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ശരീരത്തിന് ഉണ്ടോയെന്നും കൂടി ചെക്ക് ചെയ്യും. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അഡിക്വേറ്റ് ആയിട്ടുള്ള, അതായത് പ്രോപ്പർ ഡൈജഷൻ ഉണ്ടോ, അതിന് വേണ്ടുന്ന അബ്സോർപ്ഷൻ ഉണ്ടോ, മെറ്റബോളിസം ന്യൂട്രിയൻസിന്റെ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് അഡീഷണൽ റിക്വയർമെൻറ്റ്സ് വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെയാണ്. വേറെ ആരെങ്കിലും? ഫാത്തിമ നാസ് എന്താ മനസ്സിലായേ? മാം, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഇൻ ഫുഡ് ആൻഡ് യൂസിങ്. കിട്ടുന്നില്ലല്ലോ, റേഞ്ച് പോയോ? അൻഫിയ, മനസ്സിലായോ? ന്യൂട്രീഷൻ എന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ശരീരത്തിൽ സ്വീകരിച്ച വളർച്ചയെയും മെറ്റബോളിസം എന്നതിനൊക്കെ കണക്കാക്കുന്നതിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂട്രീഷനെ കാൽക്കുലേറ്റ് ചെയ്ത് അതൊരു വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള ഒരു പോഷകത്തിന്റെ ആവശ്യത്തിനായിട്ട് നിറവേറ്റുന്നതിനെയാണ് അതിന് മതിയായ ദഹനത്തിന്റെയും ആഗിരണം, മെറ്റബോളിസം എന്നൊക്കെ പ്രത്യേക പോഷകാഹാരങ്ങളൊക്കെ നിറവേറ്റുന്ന ഒരു
ഇത് പ്രക്രിയയാണ് ഈ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് മിസ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളത്, പോഷകാഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിന് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റും ഗ്രോത്ത് ഉണ്ടാകും അല്ലെ. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ റിപ്പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, എന്താണ് ഈ നശിച്ചു പോകുന്ന ടിഷ്യൂസിനെയൊക്കെ നല്ല രീതിയിൽ അത് എന്താണ് വളർത്തിയെടുക്കാൻ വേണ്ടതായിട്ടുള്ള നല്ല രീതിയിലുള്ള ടിഷ്യൂസ് ആക്കി എടുക്കാനായിട്ട് അല്ലെ, അങ്ങനെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് പോഷകാഹാരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്, ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി നീഡ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ന്യൂട്രീഷണൽ നീഡ്സ് ഇൻക്ലൂഡിങ് ദ ഫോളോയിങ്. ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേ. സാറില്ല. Okay, first point നോക്കാം. Adequate level of calories required for growth, development and increase the metabolistic demand. എന്താ പറയുന്നത്, ഈ നമ്മുടെ ഗ്രോത്തിന് വേണ്ടതായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടതായിട്ടുള്ള, അതുപോലെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള കലോറീസ് കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷൻ ഫുഡുകൾ സഹായിക്കുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് നോക്കിയേ, സഫിഷ്യന്റ് ലെവൽ ഓഫ് പ്രോട്ടീൻ that is safe for the age of the child. എന്താണ്, ഓരോ ചൈൽഡിന്റെയും ഏജിനനുസരിച്ചുള്ള മതിയായ രീതിയിലുള്ള അളവില് പ്രോട്ടീൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഓരോരുത്തരുടെയും ഏജ് ഡിഫറൻസ് ആണ് അല്ലെ, ഓരോ ചൈൽഡിന്റെയും. അപ്പൊ അങ്ങനെ ഏജില് പല ഏജിലുള്ള അവർക്ക് വളർച്ചയ്ക്കും അവരുടെ ഗ്രോത്തിന് വേണ്ടതായിട്ടുള്ള ഏജ് വൈസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ലഭിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള പ്രോട്ടീൻസ് ലഭിക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രീഷണൽ ഫുഡ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ലെവൽ ഓഫ് കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻസ് ഡി ആൻഡ് അയൺ ദാറ്റ് ആർ ഏജ് സൂട്ടബിൾ. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ഏജ് അനുസരിച്ച് എന്താണ് ഈ അയണും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഫോസ്ഫറസും കാൽസ്യം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ന്യൂട്രീഷണൽ ഫുഡ് സഹായിക്കുന്നുണ്ട്. സഫിഷ്യന്റ് ലെവൽ ഓഫ് അതർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, വൈറ്റമിൻസും മിനറൽസും ആവശ്യത്തിന് വേണ്ടതായിട്ടുള്ള ആ ലെവൽ കറക്റ്റായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷണൽ ഫുഡ് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്, സഫിഷ്യന്റ് ലെവൽ ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷണൽ ഫുഡ് സഹായിക്കുന്നുണ്ട്. ഇപ്പോ ഒമേഗ 3 ഗുളികകൾ, ഇതൊക്കെ എന്താണ്, ഫാറ്റി ആസിഡ് ഗുളികകളാണ്. ഒമേഗ 3 ഒക്കെ കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പോ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ അങ്ങനെയുള്ള എന്താണ് ഫാറ്റി ആസിഡ് ഒമേഗ 3 ഗുളികകൾ ടാബ്ലറ്റുകൾ കഴിക്കണമെന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, എല്ലുകൾക്കോ? യെസ് അല്ലെ, ബലം കിട്ടാൻ വേണ്ടിയിട്ടും. നമുക്ക് അറിയാം അല്ലെ, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എല്ലിന് ബലം കുറയും അല്ലെ. സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്, ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ കാൽസ്യം കുറയും, അതുപോലെ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഗുളികകൾ ടാബ്ലറ്റുകൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് എന്ത്, ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്.
അപ്പൊ അത് എന്തിലൊക്കെ ഉണ്ട്? എക്സാമ്പിൾ ആണ് പറഞ്ഞത് omega-3 എന്ന ഗുളിക കേട്ടോ. ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണ് ന്യൂട്രീഷണൽ ഫുഡ്സിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? 5 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് മാൽ ന്യൂട്രീഷൻ. എന്താണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാല്? പോഷകാഹാരത്തെ കുറിച്ചാണ് അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് മാൽ ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്. ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞോ? യെസ് മാം. ഓക്കെ, എന്താണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? മനസ്സിലായോ? ശരീരത്തിന് വേണ്ട ഭക്ഷണം ആവശ്യത്തിന് ലഭിക്കാതെ വരുമ്പോഴും പിന്നെ ആവശ്യമുള്ള അളവ് കഴിക്കാതെയും വേണ്ട, പിന്നെ സാധാരണ എല്ലാവരും കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയും വരുമ്പോഴാണ് malnutrition. അതെങ്ങനെയാണ് അവസ്ഥ വരുന്നത്? പറയാൻ പറ്റുമോ എക്സാമ്പിള്? ഇപ്പൊ പ്രമേഹ രോഗികളൊക്കെ എങ്ങനെയാണ്? അവർക്ക് ആവശ്യത്തിനുള്ള എന്താണ്? അധിക വിശപ്പാണ്. വിശപ്പാണ് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, മധുരമുള്ള ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ചോറ്, അതുപോലെ തന്നെ ഏത്തപ്പഴമൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്, അവർക്ക് അതിൽ നിന്നുള്ള ന്യൂട്രീഷൻസ് ആയാലും അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആയാലും ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇതിലൂടെ അധികം ഫുഡ് കഴിക്കാൻ പാടില്ല, ഇന്ന ഫുഡുകൾ അല്ലെങ്കിൽ ഇന്ന പ്ലാനിലൂടെ പോകണം എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താണ്, അതിൽ നിന്നും എല്ലാ ന്യൂട്രീഷൻസ് ആയാലും മിനറൽസ് ആയാലും ഒന്നും കിട്ടുകയില്ല അല്ലെ. അതുകൊണ്ട് അവർക്ക് എന്താണ്, അങ്ങനെയുള്ള പോഷകാഹാരക്കുറവ് വരാം. പിന്നെ എങ്ങനെയൊക്കെ ആവാം എന്നല്ല പറയാൻ പറ്റുമോ? എക്സാമ്പിൾസ്. ദഹനക്കുറവ് ഉണ്ട്. ദഹനക്കുറവ് സംഭവിക്കാം. വേണ്ടത്ര ഫുഡ് കിട്ടാത്തത് കൊണ്ടല്ലേ. ഇപ്പൊ എന്താണ്, പോവേർട്ടി അല്ലെങ്കിൽ എന്താണ് ദാരിദ്ര്യമൊക്കെ വരുമ്പോ എന്താണ്, ആ കുട്ടികൾക്ക് ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാറില്ലേ നിങ്ങള്? പോസ്റ്റർ അല്ലെങ്കിൽ എന്താണ് ഇമേജസുകൾ ക്രോമിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അല്ലെ. അവരെങ്ങനെയാണ് കഴിക്കുന്നത് ഫുഡ്? എന്ത് ഫുഡാണ് കഴിക്കുന്നത്? ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാൻ കിട്ടാത്തത് കൊണ്ട് അവര് മണ്ണാണ് ഫുഡായിട്ട് കഴിക്കുന്നത്. കണ്ടിട്ടില്ലേ ഇമേജുകളൊന്നും? ഇതൊക്കെ ശരിക്കും നിങ്ങൾ മക്കളേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക അല്ലെ. നമുക്ക് നന്നായിട്ട് ഫുഡ് ദൈവം തരുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുണ്ട്. പക്ഷെ നമ്മളത് എന്താണ്, ചിലപ്പോ വേണ്ട മതി അല്ലെ, ആവശ്യത്തിനുള്ള ഫുഡായി
അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മതിയാക്കി പോകും അല്ലെ, നിർത്തി വെച്ച് പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫുഡുകള് അനാവശ്യമായിട്ട് നമ്മൾ കളയാറുണ്ട് ഇല്ലേ? അപ്പോ എന്തോരം കുഞ്ഞുങ്ങൾക്കാണല്ലേ അങ്ങനെ കിട്ടാത്തതൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുഞ്ഞുമക്കളെ. ഓക്കെ, നമ്മളായാലും ശ്രദ്ധിക്കുക, ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം വെക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റുകളൊന്നും വരാതെ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഫുഡ് ആവശ്യത്തിന് ലഭിക്കാത്തത് കൊണ്ട് പോഷകാഹാരക്കുറവ് വരാം അല്ലെ. ആ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും ഇല്ലേ? ഒരു എന്താണ് എല്ലൊക്കെ പൊന്തി അല്ലെ, അങ്ങനെയുള്ള രീതിയിലാണ് ആ ഇമേജുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ഓക്കെ, പിന്നെ എങ്ങനെയൊക്കെയാണ് മാൽന്യൂട്രീഷൻ ഉണ്ടാവുന്നത്? അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അസുഖങ്ങൾ വരും. അപ്പോ നല്ല രീതിയിൽ ഫുഡ് കിട്ടാത്തത് കൊണ്ട്, അതുപോലെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട്, അങ്ങനെയുള്ള കുറെ കാരണങ്ങളാലെ മാൽന്യൂട്രീഷൻ സംഭവിക്കാം. ഇങ്ങനെ മാൽന്യൂട്രീഷന്റെ പോഷകാഹാരക്കുറവ് വരുമ്പോൾ അതിനുള്ള റിസൾട്ടുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് 3 പോയിന്റ്സ് ആയിട്ട്. എന്താണ് നോക്കിയത്? വായിച്ചു നോക്കിയേ. റിസൾട്ട് എന്താണ്? 3 പോയിന്റ്സ് മനസ്സിലായോ? ഇതൊക്കെയായിരിക്കാം കാരണങ്ങള്. റിസൾട്ട്സ് ഒരാൾ പറയോ? ലുപ്ന പറഞ്ഞോളൂ. നമ്മളെ ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് കിട്ടില്ല, പിന്നെ നമുക്ക് ഡയറ്റീഷ്യൻ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് ദഹനം കറക്റ്റായിട്ട് വരില്ല, പിന്നെ നെക്സ്റ്റ് നമുക്ക് മെഡിക്കൽ കണ്ടീഷൻ, പലതരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസും വരാം. ഓക്കെ, റീന. റീന പറഞ്ഞോളൂ. അപര്യാപ്തത, ഇൻസഫിഷ്യന്റ് ഓർ അൺബാലൻസ്ഡ് ഡയറ്റ്. അപര്യാപ്തമായ അല്ലെങ്കിൽ ശരിയല്ലാത്ത ഭക്ഷണക്രമം, അതുപോലെ ദഹനം അല്ലെങ്കിൽ ആഗിരണത്തിലെ പ്രശ്നങ്ങൾ, അൺസ്പെസിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻ, അതുപോലെ മെഡിക്കൽ വ്യക്തമാകാത്ത, എനിക്ക് പറയാൻ അറിയില്ല. ഇപ്പോ ഇതിൽ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണക്രമം നമ്മൾ പാലിക്കാത്തത് കൊണ്ടല്ലേ. ഇപ്പോ ചിലവർക്ക് എന്താണ് ഇറച്ചിമീൻ മാത്രമാണ് ഇഷ്ടം, പച്ചക്കറികളൊന്നും ഫുഡില് കഴിക്കാനായിട്ട് തയ്യാറാവില്ല, അല്ലെങ്കിൽ ധാന്യങ്ങള്. നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത് എങ്ങനെയുള്ള ഫുഡായിരിക്കണം? എങ്ങനെയുള്ള ഫുഡായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്? നാരൊക്കെ നല്ലോണം അടങ്ങിയ ന്യൂട്രീഷൻ, വെജിറ്റബിൾ, ഫ്രൂട്ട്സും എല്ലാം അടങ്ങിയിട്ടുള്ളത് അല്ലെ. ഒരു സമീകൃത ആഹാരമായിരിക്കണം നമ്മള് കഴിക്കേണ്ടത് ഇല്ലേ. ചിലവർക്ക് ഇറച്ചി മാത്രം ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പൊ ഇറച്ചി മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവയിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങളും മിനറൽസ് ആയാലും കിട്ടും അവർക്ക് ഇല്ല. അപ്പൊ എന്താണ്, പല പ്രോബ്ലംസും ആരോഗ്യത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇപ്പോ ചിലവരെന്താണ് ഇലക്കറികളോ അല്ലെങ്കിൽ പച്ചക്കറികളോ മാത്രം കഴിക്കുകയുള്ളൂ. അപ്പൊ അവർക്ക് എന്താണ്, ഇറച്ചി മീനിൽ നിന്നൊക്കെ കിട്ടുന്ന പോഷകങ്ങളും മിനറൽസും എല്ലാം അവർക്ക് കിട്ടുകയില്ല. അപ്പൊ അവർക്ക് എന്താണ്, പല പ്രശ്നങ്ങളും വരാം, ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പൊ നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത്, കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമീകൃത ആഹാരമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാൽന്യൂട്രീഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യ പ്രശ്നം, ദഹന കുറവുകള് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ അൺസഫിഷ്യന്റ് മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാത്ത മെഡിക്കൽ അവസ്ഥകള്. ഇപ്പോ ചില ഡോക്ടേഴ്സിനൊക്കെ ഇങ്ങനെ റയർ കേസുള്ള രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോ വർഷങ്ങളോളം അല്ലെങ്കിൽ 6 മാസങ്ങളോളം ഒക്കെ വേണ്ടി വരാം ഇല്ലേ. കേട്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ? അല്ലെങ്കിൽ എന്താണ് രോഗം എന്ന് ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം എടുത്തിട്ടാണ് എന്താണ് പ്രശ്നം
എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളും മാൽന്യൂട്രീഷനിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് malnutrition is prevalent in area where there is the lack of foods and safe water supplies and insufficient sanitation risk. അപ്പൊ എന്താണ് ഈ ഭക്ഷണത്തിന്റെ അഭാവം, അതുപോലെ തന്നെ അല്ലെ നമുക്ക് ഫുഡ് നല്ല രീതിയിൽ കിട്ടാത്ത അവസ്ഥ, അതുപോലെ സുരക്ഷിതമല്ലാത്ത ജലവിതരണം, അതുപോലെ തന്നെ എന്താണ് ശുചിത്വമില്ലായ്മ എന്നിവയിലൂടെയൊക്കെ ചില പ്രദേശങ്ങളിൽ പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, എന്താണ് malnutrition ഇതിനകത്ത് ഒരു പോയിന്റ് ഉണ്ടാക്കി അൺസേഫ് വാട്ടർ സപ്ലൈ. അത് എങ്ങനെ മാൽന്യൂട്രീഷന് നമുക്ക് വരുന്നത്? മാൽന്യൂട്രീഷൻ ബേസിക്കലി മീൻസ് ഇൻഅപ്രോപ്രിയേറ്റ് ഡയറ്റ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ എന്താണ് ശുചിത്വമില്ലാത്ത വാട്ടർ കുടിക്കുന്നതിലൂടെയൊക്കെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും കുടിക്കേണ്ടത് എങ്ങനെയുള്ള വെള്ളം? തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം. ഓക്കെ, അങ്ങനെയുള്ള വെള്ളങ്ങള് വാച്ചേഴ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മളും കുടിക്കാവൂ, കുഞ്ഞുങ്ങൾക്കും കൊടുക്കാവൂ. അല്ലെങ്കിൽ എന്താണ് പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് അല്ലെ അതിലൂടെയൊക്കെ. മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നോർമലി ഡോക്ടേഴ്സും ഇപ്പം പറയുന്നുണ്ട് നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം കുടിക്കുമ്പോൾ അതിന്റെ മിനറൽസ് എല്ലാം സ്പോയിൽ ആയി പോവുക ചെയ്യുന്നത്. ക്ലിയർ ആയില്ല, ഡോക്ടേഴ്സ് എന്താ പറയുന്നത്? ഡോക്ടേഴ്സ് എപ്പോഴും പറയും നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം കുടിക്കുമ്പോൾ അതിന്റെ ഉള്ള വാട്ടറിനകത്തിനും നമുക്ക് മിനറൽസ് കിട്ടാറുണ്ട്. ആ മിനറൽസ് തിളപ്പിക്കുമ്പോൾ അത് ഡാമേജ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ നോർമൽ നല്ല വാട്ടർ വേണം കുടിക്കാൻ, പ്യൂരിഫൈ ചെയ്ത് വാട്ടർ വേണം കുടിക്കാൻ. നമ്മൾ വെള്ളം കുടിക്കുന്നത് തന്നെ അതിന് ഹ്യൂജ് നമ്പർ ഓഫ് മിനറൽസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് കിണറിനകത്തായാലും നമ്മളുടെ ടാപ്പ് വാട്ടർ ആയാലും അതിന് ഒരു pH ലെവൽ ഉണ്ട്. ആ ഇത്ര pH ലെവലുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കാൻ കൊള്ളാം. പക്ഷെ നമ്മൾ ആ വെള്ളം തന്നെ നമ്മൾ തിളപ്പിക്കുമ്പോൾ അതിന്റെ ഉള്ള മിനറൽസ് എല്ലാം ഡാമേജ് ആയി പോകും. പക്ഷേ ഇപ്പോ കിണർ എന്ന് പറഞ്ഞു, അത് ഉറവ വന്നിട്ടാണ് നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുന്നത് അല്ലെ. പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാണ്ട് കുടിക്കുകയാണെങ്കിലോ എവിടെ നിന്നൊക്കെയാണ് ഉറവ വരുന്നത്? അതൊക്കെ നോർമലി ഇപ്പൊ നമ്മുടെ വീടിന്റെ കിണറാണെങ്കിൽ നമ്മൾ അത് പ്യൂരിഫൈ ചെയ്യുവല്ലേ ചെയ്യുക. അതിനകത്ത് മീൻസ് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഉറവ പലയിടത്തുനിന്നും വരാം അല്ലെ. അപ്പൊ അടുത്ത വീട്ടിലെ ബാത്റൂം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അല്ലെ. അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ തിളപ്പിച്ചിട്ട് വേണം കുടിക്കാൻ എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. ജനസംഖ്യ കൂടുതലായിട്ടുള്ളിടത്തൊക്കെ നമ്മളിപ്പം ഇതുപോലെ എന്താ നേരിട്ടുള്ള കണ്ടോളൊന്നും കുടിക്കാൻ കൊള്ളത്തില്ല. അടുത്തടുത്തുള്ള വെള്ളം തൊട്ടടുത്ത് അപ്പുറത്ത് സെപ്റ്റി ടാങ്ക് ആയിരിക്കും. ഇപ്പം ചില ഏരിയയില് ജനവാസ മേഖല കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അവിടെയുള്ള കിണറിലെ വെള്ളമൊക്കെ കുടിക്കാൻ നല്ലതാണ്. കല്ലിന്റെ കിണറില്ലേ, കല്ലിന്റെ കിണറൊക്കെ ഉള്ള വെള്ളം കുടിക്കാൻ ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളം തിളപ്പിക്കാണ്ട് കുടിച്ചാൽ അസുഖം തിളപ്പിച്ച് തന്നെ കുടിക്കണം നമ്മൾ. അതുപോലെ തന്നെ ഇപ്പോ എന്താ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല അപ്പൊ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുമോ? ക്ലോറിന്റെ സ്വാദായിരിക്കും. ഞാനൊക്കെ എടുത്ത് വെച്ച് പാത്രത്തിൽ എടുത്ത് വെച്ച് 2 ദിവസം കഴിഞ്ഞാൽ അങ്ങനെയുള്ള വെള്ളം യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അത് എനിക്കൊക്കെ ശരിക്കും പറ്റത്തില്ല. സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്, എനിക്ക് പറ്റത്തില്ല ഒട്ടും. എനിക്ക് ഭയങ്കര കണ്ടിട്ടുണ്ടോ നിങ്ങള് ഈ മാസ്ക് വെച്ചിട്ട് അതിന്റെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം മാസ്ക് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ, റീലുണ്ടായിരുന്നു. മനസ്സിലായില്ല? ഓക്കെ, നമ്മള് മാസ്ക് വെക്കില്ലേ, മാസ്ക് വെച്ചിട്ട് പൈപ്പിൽ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അറിയില്ല, അഴുക്കാണ് അല്ലെ, എത്ര ഡേറ്റി ആണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. മാസ്ക് നമ്മൾ തുറന്ന് നോക്കുമ്പോ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം എത്ര അഴുക്കുണ്ടെന്നുള്ളത്. അപ്പൊ എല്ലാം കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചാലും മതി. മറ്റേ യൂട്യൂബിലോ ഒരു കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇപ്പോഴാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇല്ലായോ, മുകളിൽ നിന്ന് നമ്മൾ വാട്ടർ ടാങ്കിന് വെള്ളം വരുന്ന അതാണെങ്കിലും നമ്മളിങ്ങനെ ഈ മാസ്ക് വെച്ച് അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വെള്ളമാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കറ പിടിച്ച് കിടക്കും. അത് ഭയങ്കര നമുക്ക് ഹെൽത്തിന് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്നതാ.
അങ്ങനെ ശരിക്കും പൈപ്പ് പലപ്പോഴും വെള്ളം ഞങ്ങളുടെ വന്നതൊക്കെ ഞങ്ങളുടെയൊക്കെ കൊള്ളില്ല മാഡം. ടാങ്കിന്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കും. എന്നിട്ട് അങ്ങനെ അടിഞ്ഞു കിടക്കണേണ്. എന്നിട്ട് നമ്മള് ഇടക്കിടക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റണ്ടേ. ഞാൻ അതെ. പറയണ്ടേ, നമ്മൾ അതുകൊണ്ട് നല്ലോണം തിളപ്പിച്ച് കുടിക്കാന്നുള്ളതാണ്. എന്റെ ഒരു അഭിപ്രായവും തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇതുപോലെയുള്ള എടുത്ത് മാം അങ്ങനെയല്ല പറഞ്ഞത്, തിളപ്പിച്ച് കുടിക്കണ്ടെന്നല്ല പറഞ്ഞേ. തിളപ്പിച്ച് കുടിക്കുമ്പോൾ അതിന്റെ മിനറൽസ് പോകും. പക്ഷെ നമുക്ക് അതർ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ പ്യൂരിഫൈ ചെയ്യാം, ലൈക്ക് പ്യൂരിഫയർ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കത്തില്ലായിരുന്നോ, മൺകലത്തിനകത്ത് ഓരോരോ സെഗ്മെന്റ്സ് ഉണ്ടാക്കി അതിനകത്തുനിന്ന് വരുന്ന പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാ ഞാൻ പറഞ്ഞത്. ശരിയാണ്. ഇപ്പൊ ആള് പറഞ്ഞത് ശരിയാണ്. ഞാനും കേട്ടായിരുന്നു. നല്ല ശുദ്ധജലം ഉണ്ടെങ്കിൽ കുടിച്ചാൽ നമുക്ക് എന്നാലാണ് നല്ല കിട്ടത്തുള്ളൂ. പക്ഷെ ഇപ്പൊ പൈപ്പിൽ നിന്നുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ വീട്ടിലെ കിണറെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കിണർ വെള്ളം കുടിക്കാം, നല്ല കിണർ വെള്ളം. എന്നാലും പൈപ്പ് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. ഭൂരിഭാഗം എല്ലാവരും പൈപ്പ് വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. തിളപ്പിച്ചാറ്റിയിട്ടാണ് കുടിക്കുന്നത് എല്ലാവരും. ഓക്കെ. ഞാൻ മൺകലമൊക്കെ മേടിച്ച് വെച്ചേ, പക്ഷേ ആ സ്വാദ് ഇഷ്ടപ്പെടുന്നില്ല. ഇതുപോലെ തിളപ്പിച്ചിട്ട് പാത്രത്തിൽ ഇട്ട് വെച്ച് ഇങ്ങനെ കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ കേട്ടിട്ട് ഇട്ട് നോക്കി. പക്ഷെ അതിൽ നിന്ന് എടുത്ത് കുടിച്ചിട്ടേ മണ്ണിന്റെ സ്വാദ് വഞ്ഞ് കലത്തിലിട്ട് വെച്ചിട്ടേ. കുറെ യൂസ് ആയ വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. കിട്ടുന്നതല്ലേ കുടിക്കാനായിട്ട് സുഖമായിരിക്കും. നല്ല തണുത്ത വെള്ളമായിരിക്കും. നല്ല തണുത്ത വെള്ളമാണ്. പക്ഷെ അത് പുതിയ കലമുണ്ടെന്ന് തോന്നുന്നു മേഡം. എന്താ ഒരു ഭയങ്കര മണ്ണ് പോലെ വായിലിട്ടിട്ടെ, ചെളിയുടെ സ്വാദ് പോലെ. ഇനി കുറച്ച് ഇപ്പൊ അങ്ങനെ ഇട്ട് വെച്ചേക്കണം. ഇനി അത് കഴുകിക്കളഞ്ഞ് ഒന്നുകൂടി റെഡിയാക്കി എടുക്കണം. ഞങ്ങൾ മൺകലം യൂസ് ചെയ്യുന്ന മുമ്പേ 2-3 ദിവസം നമ്മൾ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഒരു പ്രാവശ്യം വെള്ളം ഫിൽ ചെയ്യുക, അതിനകത്ത് ഉപ്പിട്ട് വെക്കുക. അങ്ങനെ കുറെ പ്രോസസ്സ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്ന മുമ്പേ, പ്രോപ്പറായിട്ട് വെള്ളം തണുപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മുമ്പേ അത് ക്ലീനിങ്ങിന്റെ ഒത്തിരി പ്രോസസ്സ് ഉണ്ട്. നോർമലി മൺകലത്തിനകത്ത് ഉപ്പിട്ടിട്ട് വെള്ളം പിടിച്ച് നല്ലപോലെ നിറച്ച് വെക്കുക 2-3 ദിവസം. അപ്പൊ അതിനകത്ത് നമ്മുടെ മണ്ണില്ലേ, അതിനകത്ത് വെള്ളം എല്ലാം അബ്സോർബ് ചെയ്തിട്ട് അതിനകത്ത് അഴുക്കുള്ള മണ്ണെല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ അത് യൂസ് ചെയ്യാം. പക്ഷെ ഡെയിലി നമ്മൾ ആ വെള്ളം കളയുക, ഫ്രഷ് വെള്ളം ഒഴിക്കുക, ഉപ്പിടുക. അങ്ങനെയാണെങ്കിൽ ആ ടേസ്റ്റ് വരത്തില്ല. പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ചെയ്യാം. 3 times ചെയ്യണം. ഞാനിത് യൂസ് ചെയ്യുന്നത് ഇപ്പൊ കണ്ടിന്യൂസ്ലി ഞാൻ അത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മേടിച്ചോണ്ട് വന്നപ്പോൾ 4-5 ദിവസം ഈ സെയിം പ്രോസസ് ചെയ്തത്. ബിക്കോസ് ഞാൻ നോർത്ത് ഇന്ത്യയിലാ. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ നമ്മള് ഭയങ്കര ചൂട് സമയത്ത് ഭയങ്കര ചൂടാ. അപ്പം ഫ്രിഡ്ജിനകത്തുനിന്ന് എടുക്കുന്ന തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഇപ്പം ജലദോഷം, പനി എപ്പോഴും വരുമായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ നമ്മള് മൺകലത്തിനകത്ത്, അവിടെ ഫ്രീക്വന്റ്ലി എല്ലായിടത്തും അവൈലബിൾ ഉണ്ട്. മൺകലത്തിന്റെ താഴെ ഒരു പൈപ്പ് പോലെ ഒരു ചെറിയൊരു ഡ്യൂട്ടി ഫിക്സ് ചെയ്തത്. അപ്പം നമ്മൾ അത് മേടിച്ചോണ്ട് വന്നിട്ട് അതായിരുന്നു യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ നമുക്ക് പനിയും ഇല്ല, ജലദോഷം ഇല്ല, തൊണ്ടവേദനയില്ല. ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുക്കുമ്പോൾ അത് നല്ല ചിൽഡ് ആയിരിക്കും, ഇതും നല്ല ചിൽഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് ദേഹത്ത്, നമ്മുടെ ബോഡിക്ക് ഒരു ഹാം ഇല്ല മൺകലത്തിനകത്ത് നിന്ന് വെള്ളം കുടിക്കുന്നത്. അപ്പൊ നമ്മൾ തിളപ്പിച്ചിട്ട് ജലത്തിൽ ഒഴിച്ച് വെച്ചാൽ നമുക്ക് അത് കിട്ടും. തണുത്തിരിക്കും. അതാ പറഞ്ഞല്ല, നമുക്ക് മിനറൽസ് ഒക്കെ കിട്ടും. ഞാൻ പറയണേണ്. അത് ഡോക്ടർ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, സൊല്യൂഷൻ പറഞ്ഞത് നന്നായി. എനിക്കത് മേടിച്ചു വെച്ചിട്ട് അത് പ്രയോജനപ്പെട്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കണേ. അത് കുറെ ദിവസം 3-4 ദിവസം ഉപ്പ് ഇട്ടിട്ട് വെള്ളം നിറച്ച് വെക്കുക. എന്നും ഇപ്പൊ രാവിലെ നിറച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് കളയുക. പിന്നെ ഫ്രഷ് വെള്ളം ഒഴിച്ച് വെക്കുക ഉപ്പിട്ട്. 4-5 ദിവസം ചെയ്താൽ മതി. ഓക്കെ. താങ്ക് യു. താങ്ക് യു സുബി. ഞാനൊരു ജഗ് വാങ്ങിയിട്ടുണ്ട് മൺകലത്തിന്റെ. വേനൽക്കാലം വരുമല്ലേ വെച്ചിട്ട്. നെക്സ്റ്റ് നോക്കിയാലോ? നോക്കാം. Malnutrition gives rise to the following conditions. 2 കണ്ടീഷൻസ് പറയുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കി. ഫിസിക്കൽ കണ്ടീഷൻ ആൻഡ് മെന്റൽ കണ്ടീഷൻസ്.
മാം, ഈ ഫിസിക്കൽ കണ്ടീഷനിൽ അവയർനെസ് ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത് അത് ഇതിൽ വരുന്നത് തന്നെയാണോ അതോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ മാം? ഇല്ല വരുന്നതാണ് പറയാം. ആ. പഠിച്ചു കഴിഞ്ഞോ? ഫിസിക്കൽ കണ്ടീഷൻ ആൻഡ് മെന്റൽ കണ്ടീഷൻ എന്തൊക്കെയാണ് ഫിസിക്കലി വരുന്ന പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്? ബാഡ് പോസ്ചർ, എന്തായിരിക്കാം ബാഡ് പോസ്റ്റർ എന്ന് പറയുമ്പോ? മീൻസ് ഒത്തിരി ലീൻ ആയിരിക്കും, വയർ മീൻസ് അങ്ങനെ ഫോട്ടോ കണ്ടതുപോലെ വയറിങ്ങനെ ചാടിയിരിക്കുന്ന പോലെ. മീൻസ് ലെഗ്സും കൈയും ഭയങ്കര തിൻ ആയിരിക്കും. നോർമൽ പിള്ളേരുടെക്കാളും ഇപ്പം നമുക്ക് നോർമൽ പിള്ളേരുടെ കൈയളവ് നോക്കുവാണെങ്കിൽ ആ പിള്ളേരുടെ കൈയളവ് നോക്കുവാണെങ്കിൽ വണ്ണം കുറവായിരിക്കും കൈയുടെയും കാലിലും ഒക്കെ. വിളർച്ച ഉണ്ടാവും. ക്ഷീണം, അണ്ടർവെയ്റ്റ് ആയിരിക്കും, വെയിറ്റ് കുറവായിരിക്കും, കാഴ്ചയും കുറവായിരിക്കും, ഹൈറ്റും കുറവായിരിക്കും. അലസത, ക്ഷീണം, മയക്കം, അതുപോലെ മുഖം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ അവയർനെസ് ഓഫ് ഡിസീസസിൽ വരുന്നത് നമുക്കിപ്പോ ഇപ്പൊ എന്താണ്, ഇപ്പോ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെ ഇങ്ങനെ വൈറ്റ് കളർ പാട് വരാറില്ലേ? അതൊക്കെ എന്താണ്? അപ്പൊ നിങ്ങൾ എന്താ പറയാ? ന്യൂട്രീഷന്റെ വെള്ളപ്പാട്, ന്യൂട്രീഷന്റെ കുറവുള്ളത്. അതുപോലെ തന്നെ എന്താണ് വായില് പൂപ്പല് വരുന്നത്, അങ്ങനെ. അതുപോലെ തന്നെ ഇപ്പൊ ഫീവർ വരുമ്പോ നമ്മൾ ഓടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവോ? ഇല്ല. പണ്ടുള്ളവര് പറയാറുണ്ട് എന്ത്, തുണി നനച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ പറയാറില്ലേ? നിങ്ങൾ ചെയ്യാറുണ്ടോ? നെറ്റിയില് തുണി നനച്ചിട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ അതൊക്കെ ഈ രോഗങ്ങൾ ഉണ്ടാകുമ്പോ ഇന്നതാണ് ലക്ഷണങ്ങള് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? ഈ രോഗത്തിന്റെ എന്താണ് ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്, പിന്നെ ഇത് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇവിടെ വൈറ്റ് കളർ പാട് വരുമ്പോ കാൽസ്യം കുറവാണ്, നമുക്ക് അറിയാൻ പറ്റും. അതാണ് അവയർനെസ് ഓഫ് ഡിസീസസിൽ വരുന്നത്. മനസ്സിലായോ? ഫിസിക്കലി നമുക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി മെന്റൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? മെന്റൽ വിഷാദം, ഓർമ്മക്കുറവ് ഉണ്ടാവാറുണ്ട്. എന്താണ്? ഏകാഗ്രതയും ശ്രദ്ധക്കുറവും, ഏകാഗ്രത ശ്രദ്ധക്കുറവ്, കോൺസെൻട്രേഷൻ, അറ്റൻഷൻ, ലാക്ക് ഓഫ് അറ്റൻഷൻ, പെട്ടെന്ന് ദേഷ്യം വരിക, ഇറിറ്റേറ്റഡ് ആവുക, ദേഷ്യം വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ മെന്റൽ കണ്ടീഷനിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഫിസിക്കൽ കണ്ടീഷൻ ആണ് മെന്റൽ കണ്ടീഷൻ. ക്ലിയർ ആണോ? ഇനി ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്, ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
കഴിച്ചു കഴിഞ്ഞോ? എന്താണ് അതിന്റെ കൺസെപ്റ്റ് പറയുന്നത്? Basically, balanced diet is a cluster of required nutrients and essential calories. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് വേണ്ടിയത് 400 grams calories വേണം, calories of proteins, പിന്നെ 900 grams of fats and 170 calories and calories of carbohydrates. ഇതെല്ലാത്തിന്റെ ക്ലസ്റ്റർ ആണ് നമ്മളുടെ ബാലൻസ് ഡയറ്റ്. ഡയറ്റിംഗ് ഒരാൾക്ക് പറയാൻ പറ്റും? പറഞ്ഞോ. മാം, ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ്, ആ ഫുഡിൽ എല്ലാ ന്യൂട്രീഷൻ അടങ്ങിയിരിക്കുന്ന ഫുഡായിരിക്കണം. പിന്നെ ആ ഫുഡ് നമുക്ക് ആവശ്യമുള്ള കലോറി വാല്യൂ തരുന്ന ഫുഡും കൂടെ ആയിരിക്കണം. അങ്ങനെയുള്ള ഫുഡിനെയാണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. ഈ ബാലൻസ്ഡ് ഡയറ്റ് വളർന്നു വരുന്ന കുട്ടികൾക്ക് വലിയ അത്യാവശ്യമുള്ള ഒന്നാണ്. അപ്പൊ ആ ഡയറ്റിനകത്ത് റഫ്ലി 400 calories ഓഫ് പ്രോട്ടീൻസ് വേണം, 900 calories ഓഫ് ഫാറ്റും 1700 calories ഓഫ് കാർബോഹൈഡ്രേറ്റ്സും വേണം. പിന്നെ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ കലോറി വാല്യൂ മാത്രം കണക്കാക്കരുത്, ന്യൂട്രീഷണൽ വാല്യൂ കൂടി കണക്കാക്കണം. പിന്നെ കുട്ടികളുടെ പ്രോപ്പർ ഗ്രോത്തിന് ഈ ന്യൂട്രീഷ്യസ് ഫുഡ് അത്യാവശ്യമാണ്. ഓക്കെ, മനസ്സിലായോ? ചിക്കു പറഞ്ഞപ്പോ ക്ലിയർ ആയോ? എന്നിട്ട് ജസ്റ്റ് ഒരു ബോക്സും കൂടി ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റ് ഫോർ പ്രീ സ്കൂൾ ചിൽഡ്രൻ. ഓക്കെ, അവിടെ ബോക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഫുഡ് സ്റ്റഫ് അല്ലെ, ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. 1 to 3 years വരെയുള്ള കുട്ടികൾക്ക് എത്ര ഗ്രാംസ് ആണെന്നുള്ളത് കേട്ടോ. ഇനി 4 to 6 years വരെയുള്ള കുട്ടികൾക്ക് എത്ര ഗ്രാംസ് കൊടുക്കണം എന്നുള്ളതാണ്. ഒരാൾക്ക് വായിക്കാൻ പറ്റുമോ? ഒരാൾ വായിച്ചേ, അറിയാത്ത ഒരാള്. നസ്രിയ. നസ്രിയ റംഷാദ്. മാം, ജസ്റ്റ് ഒന്ന് വായിച്ചേ, ആ ബോക്സ് ഒന്ന് വായിച്ചാൽ മതി. പൾസസ് 1 മുതൽ 3 years വരെ 150 gram, 4 മുതൽ 6 years 200 grams, നെക്സ്റ്റ് വായിച്ചോളൂ. green vegetable 50 gram, 1 മുതൽ 3 years, 4 മുതൽ 5 years 50 grams, other vegetables 30 grams, 5 to 6 years 50 grams, fruits 4 to 6 years അല്ലേ? 4 to 6 years. 6 years. Fruits 50 grams, സെയിം തന്നെയാണ് രണ്ടിലും. മിൽക്ക് 300 grams, 250 grams, 4 to 6 years. Oil and fat 20 grams, 25 grams 4 to 6 years. Meat, fish 30 grams, സെയിം തന്നെയാണ്. Sugar and jaggery 30 grams, 40 grams. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 1 to 3 years അല്ലെങ്കിൽ 4 to 6 years വരെയുള്ള കുട്ടികൾക്ക് എത്ര ഗ്രാംസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് തപ്പൊന്നുമില്ലല്ലോ. ഒറ്റൊരു ദിവസത്തിന്റെ ബാലൻസ്ഡ് ആയിട്ടാണോ തന്നിരിക്കുന്നത്? അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നോക്കിയിട്ട് പറയാം, ആഴ്ചത്തെ ആണോ അല്ലെങ്കിൽ നോക്കിയിട്ട് ഞാൻ പറയാം. ബിക്കോസ് ഇപ്പൊ പൾസേഴ്സ് ഇപ്പം 150 gram 1 to 3 years 150 gram ഒരു ദിവസത്തെ ആണെങ്കിൽ അത് ഒത്തിരി കൂടുതലല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, അതൊന്നും നമുക്കിവിടെ PDF കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ഇത്ര മനസ്സിലാക്കി വെക്കാം. ഇതൊക്കെ എക്സാമിന് വരും മാം? എക്സാമിന് ഞാൻ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് ഉണ്ട്, അത് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ഞാൻ ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് തരാം. നെക്സ്റ്റ് വീക്കില് ഇന്നിപ്പോ ക്വസ്റ്റ്യൻ ഇടാം. ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. അത്
ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴായിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നത്. അത് ഞാൻ ആ ടേബിൾ ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ അതിന്റെ കാര്യം. ഓക്കെ, അപ്പോ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യൂണിറ്റ് 3 കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ആരാ സൈൻ ഔട്ട് പറയുന്നത്? മാം, ലുബ്ന. ലുബ്ന പറഞ്ഞോളൂ. Good afternoon, everyone. First of all, I would like to extend my heartfelt thanks to our beloved Rose ma'am for the guidance and support. Today, we have learned about the topics vitamins, nutrition, and malnutrition, etc. Ma'am explained it very well and we understood it clearly. It was a wonderful class. Then I would like to express my gratitude to my dear friends for their collaboration and support. It's been a pleasure learning with all of you. Once again, thank you. I wish you all the best for your future goals. Have a great day. Okay, thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am.